ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് XNSൽ ഒരു സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കതിൽ ബോട്ട് എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ബോട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ അക്കൗണ്ട് എടുത്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി XNS ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ എൻ്റെ റെഫറിലേക്ക് മാറിക്കഴിഞ്ഞാലും ഞാനിത് ഫ്രീ ആയിട്ട് തന്നെ ബോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ADX ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗിച്ചുള്ളൊരു ബോട്ടാണ്. അത് ബൈയും സെല്ലും എടുക്കുന്ന രീതിയിലാണ്. അപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ബൈ ഓൺലി ആയിട്ടുള്ള ഗ്രിഡ് ട്രേഡിങ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ബാക്കിലായിരുന്നു. അത് ലൈവ് അക്കൗണ്ടിൽ വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് XNSൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ UAE ഐഡിയയിലാണ്. ഇന്ത്യയിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല XNSൽ. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് XNSൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ എമിറേറ്റ്സ് ID ഉപയോഗിച്ച് ID വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്രസ് വെരിഫിക്കേഷൻ കൂടി ചെയ്യണം. ആ അഡ്രസ് വെരിഫിക്കേഷൻ കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബില്ലോ, വാട്ടർ ബില്ല് അല്ലെങ്കിൽ നമ്മുടെ വൈഫൈയുടെ ബില്ല് അല്ലെങ്കിൽ മൊബൈൽ ബില്ല്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സുള്ള പ്രൂഫാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തത് എനിക്കവിടെ അഡ്രസ്സ് ഇല്ലാത്തത് കാരണം, ആ ഒരു അഡ്രസ്സിൻ്റെ ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കാരണം ഞാൻ ഇറ്റ്സലാത്തിൻ്റെ സിം എടുത്തപ്പോൾ ഒരു ബില്ല് ഇട്ടിരുന്നു. ആ ബില്ല് ജസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് അത് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഏകദേശം ഞാൻ ഇന്നലെ കണക്ട് ചെയ്തത് ഈ ഒരു അക്കൗണ്ട്. ഇന്ന് തന്നെ ഏകദേശം 32 ട്രേഡ് എടുത്തിട്ടുണ്ട്. 1351 സെൻറ്റാണ്. സെൻഡ് അക്കൗണ്ട് കണക്ട് ചെയ്തത്. ഇപ്പം ഇത്തരത്തിലുള്ള ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ സെൻഡ് അക്കൗണ്ടാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏകദേശം ടോട്ടൽ 6088 സെൻറ്റ്, ഏകദേശം $60. ഞാൻ $500 അക്കൗണ്ടാണിത്. ഏകദേശം $60 അതിൽ ഇന്നലെ ഇന്നും കൂടിയായിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് XNSൻ്റെ അക്കൗണ്ടാണ്. സ്റ്റാർ ട്രേഡറിലും അതുപോലെ തന്നെ സെൻഡ് അക്കൗണ്ടിൽ ഞാൻ ചെയ്തിരുന്നു. അത് മിഞ്ഞാന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ XNSൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് മിഞ്ഞാന്നാണ് സ്റ്റാറിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഏകദേശം 2556 ആണ് ഇന്നത്തെ ഇത് കിട്ടിയിരിക്കുന്നത്. അത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ടോട്ടൽ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9616 സെൻറ്റ്, ഏകദേശം $96. അത് $500 ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് SL ഇല്ല. അതുപോലെ തന്നെ ഏകദേശം ഓരോ 10 പോയിൻ്റ് താഴേക്ക് വരുമ്പോൾ ട്രേഡ് എടുക്കും. അതുപോലെ തന്നെ 5 പോയിൻ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ആവും. അങ്ങനെയാണ്. ഇന്ന് തന്നെ ഏകദേശം ഈ ഒരു അക്കൗണ്ട് 53 ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അത് ഒരുപാട് നോക്കിയ ശേഷമാണ് ഇങ്ങനൊരു ഇത് കണ്ടെത്തി ഇതിലേക്ക് തീരുമാനത്തിലെത്തിയത്, ഗ്രിഡ് ട്രേഡിങ്. ഇപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ADX 4 ഹവറിൽ ഗ്രീന് മുകളിലേക്ക് എത്തുമ്പോൾ ബൈ ഓൺലി ആണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഗ്രീന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫാക്കി വെക്കുന്ന രീതിയിൽ, ആ രീതിയിലാണ്. എന്നാലും ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എന്നാൽ 50,000 സെൻറ്റാണ്, ഏകദേശം $500. ഇപ്പം ഞാനിത് ഒരു XNS അക്കൗണ്ടിലേക്കും കൂടി ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ബോട്ട് ഉപയോഗിച്ച് ഇത്തരത്തിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സ്റ്റാറിലാണെങ്കിൽ സ്റ്റാറിൽ ഓപ്പൺ ചെയ്യാം. അല്ല, XNSൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകൾ എൻ്റെ റെഫറിലേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാറേണ്ടതെന്നുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ മൈ അക്കൗണ്ടിൽ ഞാൻ പുതിയ അക്കൗണ്ട് XNSൻ്റെ പുതിയ അക്കൗണ്ടാണ്. അതിൽ നമ്മൾ ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുക്കുക, സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി XNSലുള്ള ആളുകൾ ഇതുപോലെ തന്നെ എൻ്റെ റെഫറിലേക്ക് മാറിയ ശേഷം നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ സ്റ്റാൻഡേർഡ് സ്കാൽപ്പർ ADX എന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ ഗോൾഡ് USD. ഓക്കെ, ലിവറേജ് 1:2000 കൊടുക്കുന്നത്. പാസ്വേഡും കൂടി കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് എടുക്കുമ്പോൾ 8 to 15 ക്യാരക്ടറാണ്. അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് വേണം, അതുപോലെ 1 ലോവർ കേസും വേണം, 1 നമ്പർ വേണം, 1 സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക്
ഇവിടെ നമ്മുടെ സെൻഡ് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് UPI വഴി, ഇപ്പോൾ പുറത്തത്തെ അക്കൗണ്ട് ആയതുകൊണ്ട് ഉറപ്പായിട്ടും UPI പറ്റില്ല നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും UPI നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നും കൂടി നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക, USD അക്കൗണ്ട് ഡെപ്പോസിറ്റ് പോവുക. ഡെപ്പോസിറ്റ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് USDT നമ്മുടെ ക്രിപ്റ്റോ വഴി തന്നെയാണ്. അതിൽ TRC20 ആണ്. എൻ്റെ കയ്യിൽ TRC20 ആണ്. നിങ്ങൾക്ക് BEP20 ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അതുപോലെ ERC20 ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതിൻ്റെ അകത്ത് TRC ട്രോൺ, USDT ട്രോണുമായി ബന്ധപ്പെട്ട TRC20 ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് 2 lakh USD വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. H0 ഫീ ആണ്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, എനേബിൾ ക്രിപ്റ്റോ കംപ്ലീറ്റ് ഷോർട്ട് സർവേ അബൌട്ട് ഓക്കെ സ്റ്റാർട്ട് നൗ. ഓക്കെ, ഹൗ മച്ച് ക്രിപ്റ്റോ USD ഇത് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആവുന്നതാണ് കേട്ടോ. ബിലോ 30,000 സെൽഫ് ഹോസ്റ്റഡ് വാലറ്റിൽ നിന്നാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെൽഫ് ഹോസ്റ്റഡും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. സെൻട്രലൈസ്ഡ് പറഞ്ഞാൽ ബൈനാൻസ്, അതിൽ കോയിൻബേസ് അതുപോലത്തെ ഇത്. സെൽഫ് ഹോസ്റ്റഡ് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് അതുപോലെ തന്നെ മെറ്റാമാസ്ക് പോലത്തെയാണ്. അപ്പോൾ സെൽഫ് ഹോസ്റ്റഡ് വാലറ്റിൽ നിന്നാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദ ക്രിപ്റ്റോ യു പ്ലാൻ ടു യൂസ് ഡെപ്പോസിറ്റ്. അതുപോലെ ഫ്രം ക്രിപ്റ്റോ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസ് ഓൺ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് യൂസിങ് പേഴ്സണൽ ഫണ്ട്, റിസീവ് ഫ്രം അനദർ പേഴ്സൺ ഓർ എൻറ്റിറ്റി, ഗിഫ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ, അതർ ലോഫുൾ സോഴ്സ്. അപ്പോൾ ഫ്രം ക്രിപ്റ്റോ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിസീവ് ഫ്രം അനദർ പേഴ്സൺ ഓർ എൻറ്റിറ്റി എന്നുള്ളത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. പ്ലീസ് റിവ്യൂ ആൻഡ് കൺഫേം ഇത് 3 കൊടുത്താൽ മാത്രമേ സബ്മിറ്റ് ആവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ USD TRC20 തന്നെ കൊടുക്കുക. നെറ്റ്വർക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ലോസ്റ്റ് ആവും. നമ്മളെ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യും, പക്ഷേ അവിടെ എത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ അക്കൗണ്ട്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അഡ്രസ്സിൽ നിന്ന് മാത്രം നമ്മുടെ ക്രിപ്റ്റോ മാത്രം യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കോപ്പി ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി അഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു QR സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ടെസ്റ്റ് വാലറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ USDT എടുക്കുക, ട്രോണ് TRC20 എടുക്കുക, പിന്നെ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തതിന് ശേഷം നെറ്റ്വർക്ക് നമ്മൾ സ്കാൻ ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി സ്കാൻ ചെയ്യുക. അതിനുശേഷം ഞാൻ 500 USD ആണ് അതിലിടാൻ നോക്കുന്നത്. അപ്പോൾ 500.14 കൊടുത്താലാണ് 500. അത് 0.14 ഫീ ആണ്. താഴെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടെ എന്തെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള നോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത ശേഷം കൺഫേം സെൻഡാണ്. ഇവിടെ നമുക്ക് ഏകദേശം ടോട്ടൽ 502.81 ചാർജ് വരും. ഇത് ഡീസെൻട്രലൈസ്ഡ് ഇതാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രലൈസ്ഡൊക്കെ ഫ്രീ ആണ്. പിന്നെ ബൈനാൻസിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് നമുക്ക് ഗ്യാസ് ഫീയും കൂടി വേണം, നെറ്റ്വർക്ക് ഫീ വേണം. ആ നെറ്റ്വർക്ക് ഫീ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ട്രോൺ TRX ആയിട്ട് വേണം. അഥവാ നമുക്ക് USDT TRC20 ഉണ്ട് മാത്രം ഉണ്ടായാൽ പോരാ. അതിന് നെറ്റ്വർക്ക് ഫീ കൊടുക്കാൻ ട്രോൺ TRX നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് 2.80 പോകും. അതിനുശേഷം കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തിട്ട് പാസ്വേഡ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പോവുകയാണെങ്കിൽ പെൻഡിങ് കാണിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇനി നമ്മൾ നമ്മുടെ മൊബൈലിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഗോ ടു മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മളത് റിഫ്രഷ് ചെയ്യുക. കുറച്ച് സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ഇവിടെ
പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ USDT വഴി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 514 നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഇതും കൂടി കൂട്ടിയല്ലോ. അപ്പോൾ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെർവർ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇനി VPS ആയിട്ട് കണക്ട് ചെയ്യണം. VPS ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ XNS എടുക്കുക. അതിനുശേഷം XNSൻ്റെ അക്കൗണ്ട് നമ്പർ അടിക്കുക, ട്രേഡിംഗ് പാസ്വേഡ്. അതിനുശേഷം എത്രയാണ് സെർവർ നോക്കുക. സെർവർ ഇവിടെ നോക്കുക, റിയൽ 34 ആണ്. റിയൽ 34 അടിച്ചു കൊടുക്കുക. റിയൽ 34 ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ പാസ്വേഡ് ഏകദേശം ഞാൻ സെയിം തന്നെ കൊടുക്കൽ. ഓക്കെ, ഒരു ചെറിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഇത് റീസ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാലൻസ് കാണിക്കുന്നുണ്ട് 50,000 സെൻറ്റ്. 50,000 സെൻറ്റ് പറഞ്ഞാൽ നമ്മൾ $500 ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡിലാണ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ ചാർട്ട് മാത്രം നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുക, XAUSD എടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചാർട്ട് വിൻഡോയിൽ വരുത്തുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ഫയൽ ഞാൻ തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ഫയൽ പറഞ്ഞ ഭാഗത്തേക്ക് ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ പോയിട്ട് നിങ്ങൾ എക്സ്പേർട്ടിൻ്റെ ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MQL ഫയലിൽ പോവുക. പിന്നെ എക്സ്പേർട്ടിൽ പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ADX സ്കാൽപ്പർ, ADX A to Z സ്കാൽപ്പർ, ADX EA ലൈവ് എന്നുള്ളത്. അത് നമ്മൾ ഇവിടെ ആൽഗോ ട്രേഡിംഗ് ഓൺ ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വലിച്ചിടാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കാം. ഇവിടെ ആൽഗോ ട്രേഡിംഗ് ഓൺ ആക്കിയിരിക്കണം. അതിനുശേഷം ഇങ്ങനെ എടുത്ത ശേഷം ഇവിടെ കോമണിൽ ആൽഗോ ട്രേഡിംഗ് ടിക്ക് ചെയ്യണം. പിന്നീട് ഇൻപുട്ട് ഞാനിപ്പോൾ ട്രേഡ് ഡയറക്ഷൻ ബൈ മാത്രമാണ് നോക്കുന്നത്. ബൈ ഓൺലി. സ്റ്റാർട്ട് 0.10 ആണ്. കാരണം 50,000 USD ഉണ്ട്, അഥവാ സെൻറ്റ് ഉണ്ട്. ഗ്രിഡ് ഗ്യാപ്പ് ഞാൻ 1000 ആണ്. 1000 എന്ന് പറയുമ്പോൾ ഇവിടെ XNS ആകുമ്പോൾ 1000 എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റാണ്. ഇനി അൽപ്പാരി അതുപോലെ നിങ്ങൾ സ്റ്റാർട്ടേഡ് ആണെങ്കിൽ 10 പോയിൻറ്റിന് 100 കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 10 ട്രേഡ് എടുത്ത്. അപ്പോൾ ഇനി അതിൽ ഇപ്പോൾ കണ്ടില്ലേ 545 550 TP. പിന്നെ ഈ ഒരു TP അടിച്ചാലോ അല്ലെങ്കിൽ താഴേക്ക് വന്നാലോ 4535 ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പൊസിഷൻ ആഡ് ആവും. അതിൻ്റെ TP 4540 പിന്നെ ഇനി വീണ്ടും 4540 എത്തിയ ശേഷം വീണ്ടും താഴേക്ക് പോകും. 4535 വരികയാണെങ്കിൽ വീണ്ടും ട്രേഡ് എടുക്കും. ആ രീതിയിലാണ് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് ഓഫാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഈ ഒരു ആൽഗോ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓഫായി കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് എടുക്കില്ല. അപ്പോൾ അതാണ് ബോട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ റിയൽ അക്കൗണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരാഴ്ചത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് 2-3 ദിവസം നമുക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇൻവെസ്റ്റർ പാസ്വേഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യണം, ഞാൻ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് XNSൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ മാറ്റി അതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ണർ കോഡ് ഞാൻ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറിലോ അൽപ്പായറിലോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റാറിലും സെൻഡ് അക്കൗണ്ട് ഉണ്ട്, അൽപ്പായറിൽ സെൻഡ് അക്കൗണ്ട് MT4 തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. മറ്റ് 2 അക്കൗണ്ടിലായിട്ട് ഇവിടെ റണ്ണിങ് ആണ്. ഏകദേശം $1650 ഉണ്ട്. പക്ഷെ അത് വലിയ ഇഷ്യൂ അല്ല. അത് ഏകദേശം 1405 ഇവിടെ 33 ട്രേഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടിലാണെങ്കിൽ ഇവിടെ ഏകദേശം 54 ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു $100 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. $500 അത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഗ്രിഡായിട്ടുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ടാർഗറ്റ് അടിക്കാൻ പോകുന്നുണ്ട്. 48 ആയിട്ടുള്ളൂ. 49 50 ആയിക്കഴിഞ്ഞാൽ 50.68 ആണ്. 50.68 കഴിഞ്ഞ് ടാർഗറ്റ് അടിക്കും നേരെ അപ്പോൾ തന്നെ. വേറെ വെയിറ്റിംഗ് ഒന്നുമില്ല.
ആ സമയത്ത് തന്നെ പുതിയൊരു പൊസിഷൻ ഓപ്പൺ ആവും. പിന്നെ അത് ആ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ വേറെ പൊസിഷൻ ഓപ്പൺ ആവും. ആ രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ബോട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് മറ്റേ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.